അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുസ്സമദ് തങ്ങളെക്കുറിച്ച് വീണ്ടും പറയാൻ നിർബന്ധിതമാവുകയാണ്. അബ്ദുസ്സമദ് തങ്ങളുടെ പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൻ ദുരൂഹതയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അബ്ദുസ്സമദ് തങ്ങൾക്ക് കടമുണ്ടെന്നും അത് വീട്ടാൻ സഹായിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് ഗ്രൂപ്പുകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വീട്ടാൻ സാധിക്കുകയില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബക്കാരോട് പറയുകയും അവർക്ക് സാധിക്കില്ല എങ്കിൽ മഹല്ലിനോട് പറയുകയും അവർക്കും സാധിക്കില്ല എങ്കിൽ മാത്രമാണ് പൊതുജനങ്ങളോട് പറയേണ്ടത്. എന്നാൽ അബ്ദുസ്സമദ് തങ്ങള് മക്കയും മദീനയും ലക്ഷ്യം വെച്ച് പോയത് തന്നെ ആളുകളുടെ കയ്യിലുള്ള പണം പ്രതീക്ഷിച്ചുകൊണ്ടാണത്രേ. അദ്ദേഹത്തിന് പുണ്യം ലഭിക്കണം, ആഖിറത്തിൽ രക്ഷപ്പെടണമെന്ന ചിന്തയോടുകൂടിയല്ല പോയിട്ടുള്ളത്. ആളുകളുടെ പണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെ പറയുന്ന വീഡിയോ നമുക്ക് കേൾക്കാം. എന്റെ ഈ വീടിന്റെ ബാധ്യതയെങ്കിലും തീർക്കാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ആരെങ്കിലും ഏറ്റെടുക്കുന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് തിരുവനന്തപുരം എത്തുമ്പോൾ ഒരു ഓട്ടോറിക്ഷ എടുക്കാനുള്ള പൈസ പോലും എന്റെ കയ്യിലില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. പണം പ്രതീക്ഷിച്ചുകൊണ്ട് മക്കയിലേക്കും മദീനയിലേക്കും പോകുന്ന ഒരു വ്യക്തിയെയാണ് നാം കാണുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിലൂടെ അദ്ദേഹത്തിന് കടമുണ്ടെന്നും നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. കടമുണ്ടെങ്കിൽ അതിന് സഹായം അഭ്യർത്ഥിക്കുന്നതിന് നമ്മളെതിരല്ല, കൊടുക്കുന്നവർ കൊടുക്കുന്നതിനും നമ്മളെതിരല്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ കടം കുടുംബത്തിന് വീട്ടാവുന്നതേ ഉള്ളൂ, അവിടുത്തെ മഹല്ല് കമ്മിറ്റിക്ക് വീട്ടാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അവരൊന്നും ഇടപെടാത്തത് എന്ന് ദുരൂഹമായി നിലനിൽക്കുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം തന്നെ ഒരു വ്യക്തി മാത്രമാണ് എന്നെ നാട്ടിൽ സഹായിക്കാനുള്ളത്, എന്റെ മഹലിൽ എന്നെ ചേർത്ത് പിടിക്കാനുള്ളതെന്ന വീഡിയോ വരെ അദ്ദേഹം വിടുകയുണ്ടായി. മാത്രവുമല്ല, കുടുംബം എന്താണ് സഹായിക്കാത്തത് എന്ന കുടുംബത്തിന്റെ വോയിസ് ഇന്നലെ ഒരു ചാനൽ വിടുകയുണ്ടായി. അതിനു പുറമെ അദ്ദേഹം ചെയ്യുന്നത് യൂട്യൂബിലൂടെയും വാട്സപ്പിലൂടെയും ഞാൻ നല്ല ബാങ്ക് വിളിക്കാരനാണ് എന്നറിയിക്കാൻ വേണ്ടി അദ്ദേഹം ബാങ്ക് വിളിക്കുന്നു, ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്നു, യാസീൻ ഓതുന്നു, ഫാത്തിഹ ഓതുന്നു. ഇതൊക്കെ ഉസ്താദുമാര് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ പിഎമ്മിലൂടെ പരസ്യമായി നിങ്ങളത് ചെയ്യരുത്, കാരണം ഞാൻ സയ്യിദാണെന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും സയ്യിദ് എന്ന് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. സയ്യിദ് അബ്ദുസ്സമദ് എന്നാണ് ചാനലിന്റെ പേര് തന്നെ അദ്ദേഹം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തൊപ്പിയും തലേക്കെട്ടും ഒക്കെ വെച്ചുകൊണ്ട് സയ്യിദാണെന്ന നിലക്ക് വലിയ പണ്ഡിതനാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇയാൾ ചൊല്ലുന്നതാണ് ശരി എന്ന് കരുതി അദ്ദേഹത്തെ അനുകരിക്കാൻ, അദ്ദേഹം ചൊല്ലിയതുപോലെ തന്നെ ചൊല്ലാൻ സാധ്യതയുണ്ടെന്ന് കരുതിയ ഉസ്താദുമാർ അദ്ദേഹത്തിന്റെ പിഎമ്മിൽ പോയി പറഞ്ഞു, നിങ്ങൾ പഠിക്കാതെ ചൊല്ലാൻ പാടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാനുള്ള അവസരം ഞങ്ങൾ തരാം, അതുവരെ നിങ്ങൾ ചൊല്ലാതിരിക്കണം, പഠിക്കുന്നത് വരെ യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന തുക ഞങ്ങൾ നൽകാം, അത് പഠിക്കുന്നത് വരെ വീട്ടു ചെലവ് ആവശ്യമുണ്ടെങ്കിൽ അതും നൽകാം, പഠിപ്പിക്കുന്ന ഉസ്താദിന് വേതനം കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കൂട്ടാക്കാൻ തയ്യാറായില്ല. അദ്ദേഹം വീണ്ടും യൂട്യൂബിലൂടെയും വാട്സപ്പിലൂടെയും ബാങ്ക് വിളിച്ചുകൊണ്ടും ഹദ്ദാദ് ചൊല്ലിക്കൊണ്ടും ഫാത്തിഹ ഓതിക്കൊണ്ടും യാസീൻ ഓതിക്കൊണ്ടും നടക്കുകയാണ്. അദ്ദേഹത്തോട് മാത്രം പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കുന്നില്ല എന്ന് കണ്ട ഉസ്താദുമാർ അവരുടെ ബാധ്യത തീർക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലൂടെ തന്നെ വിഷയം അവതരിപ്പിച്ചു. ഇത് അവതരിപ്പിച്ച ഉടനെ തന്നെ അള്ളാഹുവിന് മനസ്സിലുള്ളത് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആളുകളെ കൊണ്ട് അദ്ദേഹം ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയാണ്. എന്താണ് ഈ ഗ്രൂപ്പിന്റെ ഉദ്ദേശമെന്ന് ആർക്കും ചോദിച്ചുകൂടാ. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന ആളുകളെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുക, ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാതെ എല്ലാം അള്ളാഹുവിന് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വോയിസുകളൊക്കെ ഡിലീറ്റ് ചെയ്യുക, അദ്ദേഹത്തിന്റെ ആളുകളെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിക്കുക, അവരെ റിമൂവ് ചെയ്യിപ്പിക്കുക എന്ന പതിവാണ് അദ്ദേഹത്തിന്റെ പുതിയ ഗ്രൂപ്പിലും നടക്കുന്നത്.
എന്നറിയാൻ കഴിഞ്ഞു. മാത്രവുമല്ല, സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരു ഉസ്താദ് തങ്ങളെന്ന് പറയപ്പെടുന്ന വ്യക്തിയോട് നേരിട്ട് പറഞ്ഞാൽ എന്തെങ്കിലും ശത്രുത കൊണ്ട് പറയുകയാണെന്ന് കരുതും. അദ്ദേഹം തെറ്റ് തിരുത്താൻ തയ്യാറാവുകയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ അഡ്മിന്മാരുടെ PM-ൽ പോയി വിഷയം അവതരിപ്പിച്ചു. നിങ്ങൾ പറഞ്ഞാലെങ്കിലും അദ്ദേഹം കേൾക്കും. ഞാനും പോയിട്ടുണ്ട് 1-2 അഡ്മിന്മാരുടെ PM-ൽ. അങ്ങനെ ഞങ്ങൾ പോയി വിഷയം അവതരിപ്പിച്ചു. അദ്ദേഹം പിരിച്ചോട്ടെ, അദ്ദേഹം വാങ്ങിക്കോട്ടെ, വിശ്വാസമുള്ളവർ കൊടുക്കട്ടെ, കടമുണ്ടെങ്കിൽ വീട്ടിക്കോട്ടെ, ഞങ്ങൾക്ക് യാതൊരു വിഷയവുമില്ല. പക്ഷേ പരസ്യമായി ബാങ്ക് വിളിക്കുന്നത് ലഫ്ളുകളിൽ ഒരുപാട് തെറ്റുകളുണ്ട്, മഖ്റജ് ശരിയല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാങ്ക് വിളി നിർത്തിവെക്കണം. അതുപോലെ ഹദ്ദാദ് ചൊല്ലൽ നിർത്തിവെക്കണം, യാസീൻ ഓതൽ നിർത്തിവെക്കണം. അത് പല ആളുകളും അനുകരിക്കാൻ സാധ്യതയുണ്ട്, അവരും തെറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ വിനീതനോടും ആ ഉസ്താദിനോടും അഡ്മിന്മാർ പറഞ്ഞത്, നിങ്ങൾക്കെതിരെ സൈബർ സെല്ലിൽ കേസ് കൊടുക്കുമെന്നാണ് ഇവരുടെ വിചാരം. സൈബർ സെല്ല്, അതുപോലെ പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. നമ്മളൊന്നും ഇത് അറിയാത്തവരാണെന്ന വിചാരത്തോടു കൂടിയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലത് പറഞ്ഞു കൊടുത്താൽ അനുസരിക്കാതെ അയാൾ എന്തും കാട്ടിക്കൂട്ടട്ടെ, പണം കിട്ടിയാൽ മതി എന്ന ചിന്തയാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന അഡ്മിന്മാർക്കുമുള്ളത്. ഇതിലാണ് ദുരൂഹത നിയലിച്ചു നിൽക്കുന്നത്. ഈ അഡ്മിന്മാർ ഇത്രത്തോളം തെറ്റുകൾ അവർക്കറിയില്ലെങ്കിലും അത് പറഞ്ഞു കൊടുത്തിട്ട് തിരുത്തിച്ച് അയാളെ നന്മയിലേക്ക് കൊണ്ടുവരാൻ മാത്രം ആവശ്യപ്പെട്ടതിന്റെ പേരിൽ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്നും ഞങ്ങളെ തെറി പറയുകയും ഉസ്താദുമാരെ ഒന്നടങ്കം മോശപ്പെടുത്തുകയും ചെയ്യുന്ന അഡ്മിന്മാരെയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഈ പിരിവുമായി അവർക്കെന്തോ ദുരൂഹമായ ബന്ധമുണ്ടെന്ന് തീർച്ചയായും സംശയിക്കുന്നു. ഈ പിരിവിൽ നിന്ന് ഒരു വിഹിതം അവർക്കും കിട്ടുന്നുണ്ടോ എന്ന് സംശയിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടം തങ്ങളിൽ നിന്ന് ഈ അഡ്മിന്മാർക്ക് കിട്ടാനുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോവുകയാണ്. അദ്ദേഹം പിരിവ് നടത്തുന്നതിന് വിരോധമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ കടം വീട്ടുന്നതിന് വിരോധമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. കടം വീട്ടട്ടെ, വീട്ടാതിരിക്കട്ടെ, പണം കിട്ടട്ടെ, കിട്ടാതിരിക്കട്ടെ. ഞങ്ങളുടെ മുമ്പിൽ കണ്ട തെറ്റ് അദ്ദേഹം ഞങ്ങൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, നിങ്ങളെങ്കിലും പറഞ്ഞ് അനുസരിപ്പിക്കണം. ആ തെറ്റായ പ്രവണത ഉപേക്ഷിക്കണമെന്ന് നിങ്ങളൊന്ന് ആവശ്യപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ ഈ അഡ്മിന്മാർ ഞങ്ങളോട് ചൂടാവുകയും ഞങ്ങളെ തെറിവിളിക്കുകയും ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇദ്ദേഹം ഇങ്ങനെ ഹദ്ദാദും യാസീനും ഫാത്തിഹയും ബാങ്ക് വിളിയുമൊക്കെ ആയിട്ട് നടന്നാൽ മാത്രമേ പണം കൂടുതൽ ലഭിക്കുകയുള്ളൂ, അങ്ങനെ കൂടുതൽ ലഭിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് കാര്യമുള്ളൂ എന്ന് അഡ്മിന്മാർ ചിന്തിക്കുന്നുണ്ടാവണം. അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ, അദ്ദേഹത്തെ പിന്താങ്ങി നടക്കുന്നവർ സഹായിക്കൽ മാത്രമാണ്, അയാളെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തൽ മാത്രമാണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് ഒരു നന്മ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല? അതിനെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമാണ്. ഒരു നേട്ടവുമില്ല എങ്കിൽ അവരെന്തിനാണ് ഞങ്ങളെ ചീത്ത വിളിക്കുന്നത്? അവരെന്തിനാണ് ഞങ്ങളെ തെറി പറയുന്നത്? അവരെന്തിനാണ് ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത്? ഞങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാത്ത തങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റ് നിങ്ങൾ പറഞ്ഞാൽ അത് തിരുത്തുമായിരിക്കാം എന്ന് കരുതി മാത്രം പറഞ്ഞതിന്റെ പേരിലാണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ലാഭവുമില്ലെങ്കിൽ യാതൊരു പരിചയവുമില്ലാത്ത ഞങ്ങളോട് ഈ തരത്തിൽ എന്തിനവർ പെരുമാറണം? ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടു, തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരുടെ വോയിസ് ആണെന്നാണ് മനസ്സിലാകുന്നത്. ആ വോയിസ് ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ആ ചാനലുകാരനോട് പറയുന്നത് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്നാണ്, എനിക്കെതിരെയും കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, കടം വീട്ടാൻ ത്രാണിയില്ലാത്തവരാണോ ഇത്രയും ആളുകൾക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി നടക്കുന്നത്? അതിനെവിടുന്നാണ് അവർക്ക് പണം ലഭിക്കുന്നത്? ഇവർ കേസ് കൊടുക്കേണ്ടത് ജിദ്ദയിലും സൗദി അറേബ്യയിലും മറ്റുമൊക്കെയായി ജോലി ചെയ്യുന്ന, ബിസിനസ് ചെയ്യുന്ന അവരുടെ കുടുംബങ്ങൾക്കെതിരെയാണ്. കാരണം അവരുടെ വോയിസുകളാണ് ആ ചാനലിൽ കണ്ടത്. അതിന് താഴെയാണ് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അത്രയും വലിയ ആളുകളോട് കടം പോലും വീട്ടാൻ കഴിയാത്ത ഇവർക്കെങ്ങനെ കേസുമായി മുന്നോട്ട് പോകാൻ കഴിയും? അപ്പോൾ ഇതിലൊക്കെ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. അന്യായമായി അബ്ദുസ്സമദ് തങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകൾ, അതിലും ദുരൂഹതയുണ്ട്.
അവർക്കെന്താണ് നേട്ടം? ഈ പിരിവുമായി ബന്ധപ്പെട്ട് ഒരന്വേഷണം തന്നെ നടക്കേണ്ടതുണ്ട്. അർഹതപ്പെട്ടവർക്ക് ലഭിക്കേണ്ട പണം ചൂഷണം ചെയ്താണോ ഇവർ കൊണ്ടുപോകുന്നത് എന്നറിയേണ്ടതുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ഒരുപാട് പേരുള്ളപ്പോൾ ഇങ്ങനെ ചൂഷണം ചെയ്ത് കൊണ്ടുപോകുന്നതിനെതിരെ ശബ്ദിക്കൽ അനിവാര്യമായതുകൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നിട്ടുള്ളത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത ആളുകൾക്ക് ഒരു മുസല്ല സ്വതക്ക ചെയ്യണമെന്നാണ് തങ്ങളുടെ പരസ്യം. തിന്നാൻ വകയില്ലാത്ത, പാർപ്പിടമില്ലാത്ത, അസുഖമായി കിടക്കുന്ന ആളുകൾക്ക് മുസല്ല കിട്ടിയിട്ട് എന്ത് കാര്യമാണുള്ളത്? അവർക്ക് മുസല്ലയാണോ വേണ്ടത്? വേണ്ടത് അവർക്ക് മറ്റുള്ള സഹായങ്ങളാണ്, അല്ലാതെ മുസല്ലയല്ല. തങ്ങളുടെ കടം വീട്ടാൻ വേണ്ടി ഞാനൊരു 5-8 മുസല്ല വാങ്ങിത്തന്നാൽ അതുകൊണ്ട് തങ്ങളുടെ കടം വീടുമോ? അതുപോലെ തന്നെയാണ് ആ പാവപ്പെട്ട ജനങ്ങളും. അവർക്ക് മുസല്ലയല്ല വേണ്ടത്. അവർക്ക് ഈ മുസല്ലക്ക് പകരം ആ മുസല്ലക്കുള്ള വിലയായി നിങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള 756 രൂപ അവരുടെ കയ്യിൽ കിട്ടിയാൽ ഒരുപക്ഷെ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും അവർക്ക് സുഭിക്ഷമായി കഴിക്കാമായിരുന്നു. അതായിരുന്നു ചെയ്യേണ്ടത്. അല്ലാതെ പാവപ്പെട്ട, പാർപ്പിടമില്ലാത്ത, ഭക്ഷണം കഴിക്കാനില്ലാത്ത, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന, കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് ഒരു മുസല്ല കിട്ടിയിട്ട് എന്ത് കാര്യം? ഇതിലൊക്കെ എന്തൊക്കെയോ ദുരൂഹത നിഴലിച്ചു നിൽക്കുന്നു. ആ ദുരൂഹത പുറത്തു കൊണ്ടുവരേണ്ടത് ബന്ധപ്പെട്ട നിയമപാലകരാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.